ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഡിസംബർ 2 നമുക്കിടെ ഇവിടെ ഭയങ്കര മഴ അതിശക്തമായെന്ന് പറഞ്ഞാൽ അതിശക്തമായ ഒരു മഴയാണ്. ഇത് ചെയ്യാം അല്ലേ? നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഹെൽത്ത് വെൽത്ത് ടിപ്പ് എന്ന ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് അറിയാനുള്ള യൂട്യൂബ് ചാനലാണ് നമ്മുടേത്. എന്നാൽ ഇന്ന് തികച്ചും ഒരു വ്യത്യസ്തമായൊരു സബ്ജക്റ്റ് പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹെൽത്തുമായിട്ട് തന്നെ, ഹെൽത്ത് ഇൻഷുറൻസ് അല്ല. ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് ഹെൽത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കരുതൽ ആണ് ഹെൽത്ത് ഇൻഷുറൻസ്, അല്ലേ? എന്നാൽ നമ്മുടെ ഹെൽത്ത് ഇപ്പോൾ അറിയാം, എല്ലാവരും ആരോഗ്യത്തിനും ശരീരത്തിനും ഉഷാറിനും ആരോഗ്യത്തിനും കൂടി പാല് കുടിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു വാർത്ത വന്നു. അത് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നത്, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൃതശരീരങ്ങൾ ഒക്കെ കേടുകൂടാതെ ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഫോർമാലിൻ എന്ന രാസവസ്തു പുരട്ടുന്നു, അതല്ലേ? ഇതേ സാധനമാണ് ഇന്ന് പാലിൽ കലർത്തുന്നു എന്നുള്ള ന്യൂസാണ് വരുന്നത്. ഒരാൾ ഒരു പാക്കറ്റ്, മിൽമയുടെ പാക്കറ്റ് പാല്, പ്രീമിയം എന്ന് പറഞ്ഞാൽ പാക്കറ്റ് ഉണ്ടല്ലോ, അത് മേടിച്ചു. ഒരു 3 ദിവസമേ എക്സ്പയറി ഡേറ്റ് 3 ദിവസമേ ഉള്ളൂ. അയാൾ മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു, 11 ദിവസം സൂക്ഷിച്ചു. എന്നിട്ട് എടുത്ത് പൊട്ടിച്ചിട്ട് ആ പാലിന് ഒരു കംപ്ലൈൻറ്റും ഇല്ല. അയാളത് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ആ പാലിന് ഒരു കംപ്ലൈൻറ്റും ഇല്ല. സാധാരണ ഒറിജിനൽ പാൽ പോലെ തന്നെയുണ്ട്. എന്നിട്ട് ഇയാൾക്ക് ഡൗട്ടായിട്ട് ഇയാൾ വീണ്ടും മിൽമയുടെ ഓഫീസിൽ വിളിച്ച് കുറേ സംസാരിച്ചു. അവരതൊന്നും പറയുന്നു, ഞങ്ങൾക്കറിയത്തില്ല എന്താണ് കേടാകാത്തതെന്ന്, കാരണം ഞങ്ങൾക്കറിയത്തില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇയാൾ ഇതിൻ്റെ കാരണം അറിയണം, ഇത്രയും 11 ദിവസമാകണം. അവർ പറഞ്ഞു 11 ദിവസം ഒന്നും ഇരിക്കത്തില്ല. ഇയാൾ 11 ദിവസമായി. ഏതാണ്ട് 9-ാം തീയതി മേടിച്ചിട്ട് 22-നോ 23-നോ അങ്ങനെ കണ്ട് ഇയാളെടുത്ത് അത് കാച്ചുന്നത്. ആ പാല് തിളയ്ക്കുന്ന പോലെ തിളയ്ക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ വീണ്ടും അത് തണുപ്പിച്ചിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. ഇത് എത്ര നാൾ കേടാകാതിരിക്കും എന്നറിയാൻ. ഇപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും ഒക്കെ ഒരു പരിധി കഴിഞ്ഞാൽ, അവർക്ക് ഒരു പ്രായമായി കഴിഞ്ഞാൽ അവർ ശരീരം കുറച്ച് വീക്കായെന്ന് തോന്നിയാൽ പിന്നെ എല്ലാവരും നിർദ്ദേശിക്കുന്ന പാല് കുടിക്കാനാണ്. കുഞ്ഞുങ്ങൾക്കും പാല് കൊടുത്ത് വളർന്നു, നമ്മളും കുടിക്കുന്നു. നമുക്കറിയാം, ഹോട്ടലുകളിൽ വരെ നേരത്തെയൊക്കെ മിൽമ സാധാരണ പാൽ അളക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ ഹോട്ടലുകാർ ഒന്നിച്ച് പാലെടുക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അത് മാറി മിൽമ പാക്കറ്റ് പാല്, 1/2 ലിറ്ററിൻ്റെ പാല് വരുന്നതുകൊണ്ട് ഒരു 10-50 പാക്കറ്റ് മേടിച്ച് വെച്ചാൽ ആവശ്യത്തിന് 2-3 വീതം പൊട്ടിച്ചൊഴിച്ച് ചായ എടുക്കുന്ന സ്വഭാവമാണ് ഇന്ന് ഹോട്ടലുകൾക്ക് മിക്കതും. ഏറ്റവും നല്ലത് മിൽമ പാല് തന്നെയാണ്. മിൽമയുടെ നമ്മൾ അളക്കുന്ന സ്ഥലത്ത് നിന്ന് മേടിക്കുന്ന പാല്, പാക്കറ്റ് മിൽമ ചെന്നിട്ട് റിട്ടേൺ വരുന്ന പാലല്ല, മിൽമയിലേക്ക് പോകുന്ന പാൽ. അതായത് നമുക്കറിയാം, ഇന്ന് കർണാടക, തമിഴ്നാട് എന്നൊരു സ്ഥലങ്ങളിലൊക്കെ കാണാൻ ടാങ്കറിന് ഓരോ ടാങ്കർ മിൽമ പാൽ പല സ്ഥലത്തു നിന്നും കേരളത്തിലേക്ക് വരുന്നതായിട്ട് കാണാം. അതൊന്നും ഒറിജിനൽ പാൽ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒറിജിനൽ പാൽ അവർക്ക് തന്നെ കുടിക്കാൻ കഴിയുന്നില്ല, പിന്നെ എങ്ങനെയാണ് അവർ ഈ ടാങ്കർ കണക്കിന് കേരളത്തിലേക്ക് വിടുന്നത്? എന്നാൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന തികയാത്ത കേരളം പല സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതുപോലത്തെ പാലുകൾ മേടിക്കുന്നു. ഈ പാലുകളാണ് നമ്മൾ കുടിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകം മെസ്സേജ് ഇടുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഉണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ ലിങ്ക് ഇട്ട് തരാം. മിൽമാക്കാർ അവസാനം കൈയൊഴിഞ്ഞിട്ട് അവർ പറയുന്നത്, ഞങ്ങളുടെ മാർക്കറ്റിംഗ് വിഭാഗത്തോട് ചോദിക്കാം. മാർക്കറ്റിംഗ് തന്നെ ഇവർ സീൽ ചെയ്ത് ഓൾറെഡി ചെയ്ത് പിന്നെ മാർക്കറ്റിന് സപ്ലൈ ചെയ്യുന്നതാണ് മാർക്കറ്റിംഗ് വിഭാഗത്തിൻ്റെ ജോലി. അപ്പോൾ ഇത് പാക്ക് ചെയ്യുന്നവർക്കോ ഇതിൻ്റെ ബാക്കി കളക്ഷൻ ചെയ്യുന്നവർക്കൊന്നും ഇതിനെപ്പറ്റി പറയാനുള്ള ആൻസർ ഇല്ല. അവർ പറയും, ഞങ്ങൾ മാർക്കറ്റിംഗ് വിഭാഗത്തിലേക്ക് ഈ ചോദ്യം ഞങ്ങൾ കൈമാറാം എന്നും പറഞ്ഞ് അവർ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാൽ ഏറ്റവും നല്ല സാധനം തന്നെയാണ്. കഴിവതും നമ്മൾ രാവിലെ നമ്മുടെ അടുത്ത ഏകദേശ സ്ഥലങ്ങളിൽ, ഇത് ടൗണിൽ പ്രദേശങ്ങൾ കഴിയുന്നവർക്കൊന്നും സാധിക്കില്ല. എന്നാൽ ഗ്രാമപ്രദേശത്തുള്ളവർക്കൊക്കെ അറിയാം, പല സ്ഥലത്തും മിൽമയുടെ പാൽ അളക്കുന്ന സ്ഥലങ്ങളുണ്ട്. രാവിലെയും വൈകിട്ടും 2 നേരം പാൽ അളക്കുന്നുണ്ട്. അവിടുന്ന് പാല് മേടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അറിയുന്ന വീടുകളിൽ നിന്നൊക്കെ പാല് മേടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, കുറച്ച് വെള്ളം ചേർക്കുമായിരിക്കും അളവ് കൂട്ടാൻ വേണ്ടി. എന്നാലും കുഴപ്പമില്ല, വെള്ളമല്ലേ ചേർക്കുന്നുള്ളൂ, രാസവസ്തുക്കൾ ചേർക്കുന്നില്ലല്ലോ. രാസവസ്തുക്കൾ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിന് ഡാമേജ് വരുന്ന സാധനമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക. ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക.
നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾ കുടിക്കണോ വേണ്ടിയോ എന്ന്. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് എന്നും പറഞ്ഞ് നമ്മൾ ധൈര്യമായിട്ട് ഇത് കുടിച്ചു കഴിഞ്ഞാൽ വേദനയും അസുഖങ്ങളും വരുമ്പോൾ നമ്മൾ തന്നെയല്ലേ സഹിക്കേണ്ടത്. ശരിയാണ്, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ബാധ്യതകളൊക്കെ ഇൻഷുറൻസ് തരും, അത് ശരി തന്നെ. പക്ഷേ അതിൻ്റെ എഫക്റ്റ് സഹിക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ. ഇത് മാത്രമേ പറയാൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീണ്ടും നാളെ ഒരു നല്ല സബ്ജക്റ്റുമായിട്ട്, ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ നല്ലൊരു വിഷയമായിട്ട് വീണ്ടും നാളെ വരാം. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് വേണമെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കുക, വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. ഇതിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള പോളിസികൾ പറഞ്ഞു തരാം. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പൊതുസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട്, ഒരു പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ, അതായത് ഒരു 10 പേരോടെങ്കിലും നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു മാസം 50,000 തൊട്ട് 1,00,000 രൂപ വരെ സമ്പാദിക്കാനുള്ള ഐഡിയ ഞങ്ങൾ പറഞ്ഞു തരാം. ആർക്കെങ്കിലും അതിന് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഇൻഷുർ എടുക്കുന്ന എല്ലാവർക്കും വേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഏറ്റവും കൂടുതൽ ഇത് അനുഭവിക്കുന്നത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ്. അവിടെ നമ്മളിത് ഇതുവരെ ആലോചിച്ചൊന്നുമായിരിക്കില്ല. അവിടെ ചെല്ലുമ്പോൾ നേരെ നമ്മൾ മൈനസാണ്. ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം, ഇൻഷുറൻസ് കമ്പനിയുടെ കാര്യത്തിൽ വേറൊരു ചോദ്യം. ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ നമുക്ക് ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നൽ വരുന്ന സാഹചര്യങ്ങൾ. അങ്ങനെയുള്ളത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളിൽ നിന്ന് പോളിസി എടുക്കുന്ന എല്ലാവർക്കും നമ്മൾ 100% സപ്പോർട്ട് കൊടുക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ ആരെങ്കിലും വേറെ എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിനും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ സംശയങ്ങൾ പറഞ്ഞു തരാം. എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാവുന്നതാണ്. അതുപോലെ ആർക്കെങ്കിലും നമ്മൾ നമ്മൾ ഏജൻറ്റുമാരിൽ എടുത്തിട്ട് അതിൽ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ, നിങ്ങൾക്ക് ഈ കമ്പനിയൊന്നും ഒരു ഏജൻറ്റിനെ മാറണം എന്നുണ്ടെങ്കിൽ നേരെ സ്റ്റാറിൽ നിന്ന് വേറൊരു സ്റ്റാറിൻ്റെ ഒരു ഏജൻറ്റിലേക്ക് മാറ്റി ഒരിക്കലും തരില്ല. അങ്ങനെയുള്ള നിങ്ങൾ വേറൊരു കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യുക. അവിടുന്ന് 1 വർഷമാകുമ്പോൾ തിരിച്ചിങ്ങോട്ട് വീണ്ടും പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് കാണുന്നതുവരെ ബൈ.